ഞാൻ ഇവരുടെ കൂടെ ജീവിക്കുന്ന ഒരാളാണ്. അത് കാരണം എനിക്ക് വലിയ പ്രയാസമായിട്ട് തോന്നുന്നില്ല. നാദാപുരം മണ്ഡലത്തിൽ LDF-ന് വേണ്ടി രംഗത്തിറങ്ങുന്നത് ഈ CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ അഡ്വക്കേറ്റ് P. വസന്തമാണ്. അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നു ഔദ്യോഗികമായി. അതിനുശേഷം തന്നെ പെട്ടെന്ന് തന്നെ പ്രചരണം തുടങ്ങാനായില്ലേ? യെസ്. പിന്നെ ഞാൻ ഇവരുടെ കൂടെ ജീവിക്കുന്ന ഒരാളാണ്. അത് കാരണം എനിക്ക് വലിയ പ്രയാസമായിട്ട് തോന്നുന്നില്ല. പിന്നെ ഇടതുപക്ഷ മുന്നണിക്ക് നല്ല പ്രതീക്ഷയുള്ള കാലഘട്ടമാണിത്. ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ അനുഭവയോഗ്യമാണ് വികസന പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തീർച്ചയായിട്ടും ജയിക്കും. ജനങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ മാത്രമാണ് പ്രതീക്ഷ എന്നുള്ളത് ഓരോ സ്ഥലത്ത് ഓരോ മനുഷ്യരെയും കാണുമ്പോൾ മനസ്സിലാവുന്നതാണ്. സ്ത്രീകളും തൊഴിലാളികളൊക്കെ ആയിട്ടുള്ള ആളുകൾ ഒപ്പമുണ്ട്. അവരൊക്കെ പറയുന്നത് എന്താണ്? സ്ത്രീകളുടെ പ്രതികരണം എന്താണ്? കൂടെയുണ്ട് തന്നെ. ഇടതുപക്ഷത്തിൻ്റെ കൂടെയുണ്ട്, എൻ്റെയും കൂടെയുണ്ട്. നാദാപുരം മണ്ഡലം ഇത്തവണ LDF-നൊപ്പം തന്നെ ഉറച്ചു നിൽക്കും. ചരിത്രത്തിൽ എപ്പോഴും ഇടതുപക്ഷ മനസ്സിൻ്റെ നാടാണ് നാദാപുരം. ഈ തവണയും അത് തന്നെയായിരിക്കും. കുറേ കൂടി ഇടതുപക്ഷത്തിൻ്റെ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളൊക്കെ മനസ്സിലാക്കി ജനങ്ങൾ കുറേ കൂടി ഭൂരിപക്ഷത്തോടു കൂടി നല്ല മനസ്സോടുകൂടി നാദാപുരത്തിൻ്റെ ഒപ്പം ഏൽപ്പിച്ചിരിക്കുന്നത്. നാദാപുരം പോലെ ഉറച്ചൊരു കോട്ടയാണ്. സാധാരണഗതിയിൽ LDF-നൊപ്പം മാത്രം നിൽക്കുന്ന ഒരു മണ്ഡലം. അത് ഇത്തവണ ഏതെങ്കിലും തരത്തിലുള്ള കോട്ടം പറ്റിയിട്ടുണ്ടെങ്കിൽ വലിയ ക്ഷീണമായിരിക്കും മുന്നണിക്ക്. അങ്ങനെ പറ്റില്ല. നമ്മൾ വളരെ പോസിറ്റീവാണ്. വെല്ലുവിളി ഏറ്റെടുക്കാം. തീർച്ചയായിട്ടും ചാലഞ്ചാണ്. എല്ലാ ചാലഞ്ചുകളും ഏറ്റെടുക്കാൻ ഞങ്ങൾ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനാകും. പൂർണ്ണമായിട്ടും തീർച്ചയായിട്ടും. ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചില തിരിച്ചടികൾ ചില ഭാഗത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ഉള്ളപ്പോൾ തന്നെ തീർച്ചയായിട്ടും മറികടക്കാൻ കഴിയും. ഇന്ന് കൺവീനർ പറഞ്ഞത് ആളുകളെ തിരുത്താൻ പറ്റിയിട്ടുണ്ട് മുന്നണിക്ക്. തീർച്ചയായിട്ടും കുറേ വികസന പ്രവർത്തനങ്ങളൊക്കെ താഴെ തട്ടിലേക്ക് ജനങ്ങളെ അറിയിക്കാൻ കഴിയാത്തൊരു ചെറിയൊരു പശക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വന്നു ചേർന്നു. ഇപ്പം ജനങ്ങൾ അതൊക്കെ മനസ്സിലാക്കി. വലിയ വികസന പ്രവർത്തനങ്ങളല്ലേ നടന്നത്. ഈ നാദാപുരത്തിൻ്റെ ഓരോ മേഖലയിൽ ചെന്നാലും ഓരോരുത്തർക്കും അറിയാൻ കഴിയുന്നതാണ്. നമ്മൾ പറഞ്ഞറിയിക്കേണ്ട, അവർ തന്നെ പറയും ഓരോ പ്രദേശത്തിൻ്റെ വികസനങ്ങളെക്കുറിച്ച്. സർക്കാരിൻ്റെ വികസന പ്രവർത്തനവും ക്ഷേമ പ്രവർത്തനങ്ങളും തന്നെയായിരിക്കും ഈ വിജയം നേടുമെന്നുള്ളതിൻ്റെ ആത്മവിശ്വാസത്തിന് പിന്നിൽ. അതോടൊപ്പം തന്നെ ഇടതുപക്ഷം എന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ഫാസിസ്റ്റ് ശക്തികളെ പരാജയപ്പെടുത്താൻ ഈ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് മാത്രമേ കഴിയൂ. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിൻ്റെ തുരുത്തായിട്ടുള്ള കേരളത്തിൽ ഇടതുപക്ഷം ജയിച്ചേ തീരൂ. ഇടതുപക്ഷ അധികാരത്തിൽ വരും. നാദാപുരം വിജയിക്കും. വസന്തത്തെ ജയിപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. പിന്നെന്താ? എത്ര വോട്ടിന് ജയിപ്പിക്കും? അതെനിക്ക് പറയാനാവില്ല. ഒരു ഏകദേശം ഉറങ്ങി ജയിച്ചു. വലിയ ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥിയും അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ഇടതുപക്ഷ പ്രവർത്തകരൊക്കെ തന്നെ. ക്യാമറമാൻ ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം സലാം മുഹമ്മദ്, മീഡിയ 1 കോഴിക്കോട്.